ഇന്ന് കർക്കിടകം 6 രാമായണ പാരായണം 7ാമത്തെ ദിവസം. രാമസീതാ തത്വമാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കേണ്ടത്. എല്ലാവരുടെയും ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ അധ്യാത്മരാമായണ നിത്യപാരായണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹാ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമ ചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. രാമസീതാ തത്വം. ഓം തത്സത്. ശ്രീരാമദേവനെ വനത്തിലേക്ക് അയക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ജനങ്ങളൊക്കെ വിഷമിക്കുകയാണ്. അപ്പോൾ വാമദേവൻ എന്ന ഒരു മുനി രാമസീതാ തത്വം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് സങ്കല്പം. ഓം തത്സത്. രാമനെ ചിന്തിച്ചു ദുഃഖികായികാരുമേ കോമള ഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെല്ലാവരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. താമര സാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായ ധനന്ദൻ ജനഗജ. ലക്ഷ്മി ഭഗവതി ലക്ഷ്മി ഭഗവതി ലോകമായ പര. തിരക്കുണ്ട തിരക്കുണ്ടെങ്കിൽ ആദ്യം എടുത്തിട്ട് വായിക്കാം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ലക്ഷ്മണനായ ധനന്ദൻ ജനഗജ. ലക്ഷ്മി ഭഗവതി ലോകമായ പര. മായാഗുണങ്ങളെ താനവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസനായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ. ആദ്യനജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനു ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്ത ധീരാഘവൻ. പാദോനിധി മദനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ടു നിത്യഗിരീന്ദ്രം ധരിച്ച ധീരാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ വിഷ്ണുയായി ഏറ്റമേക്ഷോണിയെ കൊല്ലിച്ചു. കാരുണ്യവാരിധി തന്നിൽ കുളിച്ചതും കളിച്ചതും കാരണ പുരുഷനാകുമീ രാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ പക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതിഥിയും ഭക്തിപൂർ അർദ്ധിച്ച സാദരമർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി. ഭക്തനായൊരു മഹാബലിയോടുജൻ അർദ്ധിച്ചു മുനടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി വരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ.
ധാത്രി സുരദ്വേഷികളാൽ ജനിച്ചൊരു ധാത്രിപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രിവരനായ രാഘവനാമിവൻ. രാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രി സുധാവരനായി പിറന്നിടിനാൻ. രാത്രിഞ്ചര കുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യ രജൻ പരമാത്മാ പരാപരൻ വേദനില്ലാതെ വേദാതവേന്ദ്യൻ പരം നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിഭീനസ്യനും ദേവയാക്കം നിർമ്മിക്കുന്നതിന് കാരണം മന്ദരയല്ല ആരും ഭ്രമിക്കായ രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിയിലയ കാരിണി തന്നോടും പുഷ്ടമോദം പ്രഭുറപ്പിക്കുന്നു. ഇന്നലെ രാമൻ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു. രക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചുരുക്കിയാലാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയമില്ല ഭക്തനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ എന്ന കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരഘുത്തമൻ ന്യൂനാതിരേഖ വിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണനന്ദനാകുലൻ. അങ്ങിനെയുള്ള ഭഗവത് സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു ഭക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ പാരിശന്മാരെ മനുഷ്യനായീശ്വരൻ. രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു കാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവാവചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ. പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും ശ്രീരാമസീതാരഹസ്യം മുഹൂരിദൃശ്യം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരിൽ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാരണം നൽകി. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. രാഘവൻ താതദേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിലെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഏതമകലെ കളഞ്ഞിനി ഞങ്ങളെ നാഥനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ശീലങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. തന്റെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിന. പുഷ്കരാലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താൻ അതുനേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുല പക്ഷമെന്തെന്നുള്ളതറിവാനായി തക്ഷണേ ലജ്ജയാ ഭർത്തുമുഖാംബുജം ഗൂഢമായി നോക്കിയാൽ എങ്ങനെ ഞാനിത് കാടമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഇങ്ങിതാജ്ഞം തഥാ വാങ്ങി പരുഷമാ വൽക്കലം ദിവ്യാപര ഉപരിവേക്ഷിച്ചു സത്കാരമാനം കലർന്നു നിന്നീടിന. എന്നത് കണ്ടൊരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ടു എന്നരുളിയിടും വശിഷ്ഠ മഹാമുനി. കോപേന ഭക്ഷിച്ചു കൈകേയി തന്നോട് താപേന ചുള്ളിനാൻ എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ.
രാമൻ വനത്തിന് പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോട് കൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷഗാത്രിയായി ദിവ്യാംബരം പൂണ്ട് അനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തു ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യ ചരിച്ചിടുകന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു. രാജയോഗം രഥമാശു വരുത്തുക രാജീവ നേത്ര പ്രയാണായ സത്വരം. ഇത്തമുക്ത രാമവക്രാംബുജം പാർത്തു പുത്രാഹ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗ ആ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നത് നേരം. തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവൻ അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിന ഇന്ദിരാവല്ലഭനാകിയ രാമനും. മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താഴുതൊഴുതുടൻ തേരിൽ കരേറിന വാണചാപസേ തൂണീരാദികളെല്ലാം കൈകൊണ്ട് വന്ദിച്ചു താനും കരേറിന ലക്ഷ്മണനപ്പോൾ സുമന്ത്രരും ആകുല ദുഃഖേന തേർ നടത്തിയിടിനാൻ. ഭൂവനും നീക്കു നിൽക്കെന്ന് ചൊന്നാൻ രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തു. നിശ്ചലമായതു ലോകവും അന്നേരം. ജീവനസ്മരണം ജയ ജയ രാമ രാമ. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണു മുതലേ. ശ്രീബാലവൃദ്ധാവധീപുരവാസികൾ താപം മുടുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ടതിഷ്ടപ്രഭോ രാമാദയാനിധേ ദൃഷ്ടിക്കമൃതമായ ഒരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയതല്ലോ വിധി ദൈവമേ. ഉത്തരം ചൊല്ലി പ്രലപിച്ചു സവ്യരും സത്വരം തേരി പിറകെ നടന്നുകൊണ്ടാ മന്നവൻ താനും ചിരം പ്രലപിച്ചതാ. ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃകലാക്കുലിൽ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാൻ ഇനി ഭൂമിയിൽ വാഴുന്നതില്ലെന്ന് നിർണയം എന്നതു കേട്ടൊരു ജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കി ഇതിനാരനേരം. വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. പിന്നെയായി മേവുന്ന കൗസല്യതന്നോടും ശ്രീരാമനും തമസാ നദീ തന്നെ തീരം ഗമിച്ചു വസിച്ചു വിശാമുഖേ. പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുടങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്ന് സുമന്ത്രരുമായ ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാവുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൊക്കു. ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയിക്കൊണ്ടായിൽ കാനനവാസം നമുക്കുമേന്നേവരും. മാനസത്തിങ്കയിൽ ഉറച്ചുമരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാൽ അയക്കയുമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോകനാളിപ്പോഴേ കൂട്ടുകാതേരെന്നു. രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ചിതം നേരം. രാഘവന്മാരും ജനകതനൂജയും തേരിലേറിയിടിനാരേതും അറിഞ്ഞില്ല. പൗരജനങ്ങളന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടതാ. തെറ്റെന്നു തെക്കോട്ട് തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റെന്നാൾ തങ്ങൾ ഉറമ്പു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുണ്ടിതന്മാരായി പിരിവുക്കുമേവിനാർ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യ വസിച്ചിടിനാരേവരും. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം പുക്കു ജാനീതന്നോടും മംഗലസ്നാനവും ചെയ്തു സാനുജം ശൃംഗിവേരാ വിദൂരെ മരുവിടിനാൻ. ദാശരഥിയും ഇദ്ദേഹതനുജയും ശിംശഭാമുലേ സുഖേന വാണിടിനാൻ. ഗുഹസംഗമം. രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു. ഹന്തതാ സ്വാമിയായ ഇഷ്ടവസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോട് ഭക്തിവസത്വജം പക്വഫലാമധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യാം. ഭക്തിവദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്ന് എടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാദൃഢമണച്ചാശേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം വന്ദേതരം കുശല പ്രശ്നവും ചെയ്തു.
കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി കൊണ്ടു കൃപനൂര ചെയ്തു. ധന്യനായേനടിയനിന്നു കേവലം നിർണയം. നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീന അധീനമല്ലോകവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി തിരുവടി സന്തതമത്ര വധിച്ചരുളിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദാ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഭുവനോടും മുഗ്ധഹാസം കൊണ്ടരുൾ ചെയ്തു രാഘവൻ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഹി രാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു.